മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ജോൺ മാത്യു അത്തിയാൽ. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. മോർണിംഗ് വോയ്സ് എന്ന പ്രഭാത വചനധ്യാന പരമ്പരയിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പാവപരിഹാരകനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം. ഇന്ന് രാവിലെ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് അല്പസമയം ധ്യാനിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരങ്ങളിൽ നിന്നും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നും ഇറങ്ങി വരുന്നു. യാക്കോബ് പറയുകയാണ്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരങ്ങളിൽ നിന്നും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നും ഇറങ്ങി വരുന്നു. ഇവിടെ യാക്കോബ് ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു പ്രയോഗം വെളിച്ചങ്ങളുടെ ദൈവം എന്നാണ്, വെളിച്ചങ്ങളുടെ പിതാവ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി തന്നെ വെളിച്ചം എന്നാണ്. അതുകൊണ്ട് വെളിച്ചങ്ങളുടെ പിതാവ് എന്നുള്ള ആ വാക്ക് എത്രയോ അർത്ഥമുള്ള ഒരു കാര്യമാണ്. ദൈവം ആരാണ്? അവൻ എന്തെല്ലാം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും നൽകുന്നു എന്നൊക്കെ യാക്കോബ് ഇവിടെ വ്യക്തമാക്കുകയാണ്. അതുമാത്രമല്ല, വിവിധ വരങ്ങൾ നൽകുന്ന ദൈവം, വിവിധ ദാനങ്ങൾ നൽകുന്ന ദൈവം. അതുമാത്രമല്ല, ആ ദൈവം വെളിച്ചങ്ങളുടെ ദൈവമാണ്. സകല ചരാചരങ്ങളും സൃഷ്ടിച്ച ദൈവം, നമുക്കറിയാം, ആകാശവിധാനങ്ങളിൽ എത്രയോ വെളിച്ചങ്ങളെയാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം നാം വായിക്കുന്നത്, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിലും ദൈവം വെളിച്ചമാകുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതോടൊപ്പം തന്നെ 1 തീമോഥെയോസിൻ്റെ ലേഖനം 6-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന അതിപ്രധാനമായ ഒരു പദപ്രയോഗം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ നമുക്ക് നേരിൽ കാണുവാൻ കഴിയില്ല. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം. ഒരിക്കൽ മോശ തൻ്റെ ആഗ്രഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് നിന്നെ നേരിലൊന്ന് കാണണം. എന്നാൽ ദൈവം അവനെ നിരാശപ്പെടുത്തിയില്ല. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ കടന്നു പോകുമ്പോൾ നീ പാറയുടെ പിളർപ്പിൽ നിന്നാൽ എൻ്റെ സാന്നിധ്യം നിനക്കല്പം മനസ്സിലാക്കുവാൻ കഴിയും എന്നാണ്. പ്രിയവരെ, നമ്മുടെ ദൈവം, ആ ദൈവം വെളിച്ചങ്ങളുടെ ദൈവമാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണ്. എന്നാൽ ആ ദൈവത്തെ കാണുവാനായിട്ട് ദൈവം ഒരുക്കിയ മറ്റൊരു മാർഗമാണ് തൻ്റെ സ്വന്തം പുത്രനിലൂടെ ദൈവത്തെ കാണുക എന്നുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതാരാണ് ആ സത്യ വെളിച്ചം? അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവ് തന്നെയാണ്. ഇന്ന് മനുഷ്യർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്.
സത്യവെളിച്ചമായ കർത്താവിനെ വിട്ട് പാപത്തെ സ്നേഹിക്കുന്നതിനാൽ അവൻ്റെ ഹൃദയം ഇരുളുകൊണ്ട് മൂടിയിരിക്കുകയാണ്. ദൈവവചനം അവരെ ഇരുട്ടിൻ്റെ മക്കൾ എന്നാണ് വിളിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ദൈവം അല്ലെങ്കിൽ സാത്താൻ സത്യം മനുഷ്യൻ ഗ്രഹിക്കാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണുകളെ കുരുട്ടാക്കി കളയുന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. എല്ലാവരെയും സത്യവെളിച്ചത്തിലേക്ക് നയിക്കുന്ന കർത്താവിലേക്ക് അങ്ങനെയുള്ളവർ മടങ്ങി വരുവാനായി നാം വളരെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിട്ട് ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി സത്യവെളിച്ചമായ കർത്താവ് ബേത്ലഹേമിൽ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ദിവ്യ വെളിച്ചമായിട്ട് ഉദിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ അവകാശവാദങ്ങളിൽ അതിപ്രധാനമായൊരു വാക്യമാണ് അവിടെ വായിക്കുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നു. ഇരുട്ടിരിക്കുന്ന ജനം ആ വലിയ വെളിച്ചം കണ്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് രാവിലെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇരുട്ടുകളും മാറി വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ പ്രഭാതത്തിൽ സത്യവെളിച്ചമായ ഈ കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് ആ പുതിയ വെളിച്ചത്തിൽ നടക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിൻ്റെ പ്രകാശങ്ങളായിട്ട് തീരുവാൻ ഈ ലോകത്തിൽ നിങ്ങൾ ജ്യോതിഷുകളെ പ്രകാശിക്കണമെന്ന് പൗലോസ് ഓർപ്പിക്കുന്ന പോലെ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന പോലെ നിങ്ങളും വെളിച്ചമുള്ളവരായി ജീവിക്കണമെന്ന് കർത്താവ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അങ്ങനെ ആ വെളിച്ചത്തിൻ്റെ വക്താക്കളായിട്ട്, അതിൻ്റെ അംഗങ്ങളായിട്ട്, അതിൻ്റെ മക്കളായിട്ട്, വെളിച്ചത്തിൻ്റെ മക്കളായിട്ട്, കർത്താവിൻ്റെ മക്കളായിട്ട് ഇന്ന് പകലിൽ നമുക്ക് ജീവിക്കുവാനായി ദൈവമേ സഹായിക്കട്ടെ. അതിനായിട്ട് കർത്താവ് നമ്മെ ഇടവരുത്തട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.